ഇന്നത്തെ ചോദ്യങ്ങൾക്ക് ക്രൈസ്തവ ഉത്തരങ്ങൾ. ചോദ്യം 13. ഭ്രൂണഹത്യയുടെ ഉത്തരവാദിത്വം. ചോദ്യം: വിശ്വാസ കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ അവ വിശ്വസിക്കാതെ തരമില്ല. ദൈവത്തിൽ നിന്നല്ലാതെ ഒരു സൃഷ്ടിയും ഉത്ഭവിക്കുന്നില്ല. മക്കൾ ദൈവത്തിൻ്റെ ദാനമാണ്. ദൈവം അറിയാതെ ജീവനുണ്ടാകുന്നില്ല എന്നു മനസ്സിലാക്കാം. പിന്നെ എന്തുകൊണ്ടാണ് വിവാഹേതര ബന്ധങ്ങൾ, അവിഹിത വേഴ്ചകൾ, ബലാത്സംഗങ്ങൾ എന്നിവയിലൂടെ ഗർഭധാരണം സംഭവിക്കുന്നത്? വിവാഹ ജീവിതത്തിലും ഒരു കുഞ്ഞിനു വേണ്ടി ആഗ്രഹിക്കാതെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഗർഭധാരണം നടക്കുന്നത് എന്തുകൊണ്ട്? അതുകൊണ്ടല്ലേ സ്വാർത്ഥജീവിയായ മനുഷ്യൻ ഭ്രൂണഹത്യയ്ക്ക് ഒരുങ്ങുന്നത്? ഇതെല്ലാം മനുഷ്യൻ്റെ വഴിവിട്ട ജീവിതത്തിൻ്റെ ഫലം മാത്രമാണ്. ശരി. ഈ സാഹചര്യത്തെക്കുറിച്ച് സഭയുടെ കാഴ്ചപ്പാട് എന്താണ്? ഉത്തരം: അതിസങ്കീർണമായ പ്രശ്നത്തിന് സിമ്പിളായ ഒരു ഉത്തരം നൽകാനാവില്ല. എങ്കിലും ഏറ്റവും സങ്കീർണമായ പ്രശ്നങ്ങളുടെ അടിയിലും ലളിതമായ 1-2 തത്വങ്ങൾ അന്തർലീനമായുണ്ട്. ഈ ചോദ്യത്തിൽ ഉന്നയിച്ച പ്രശ്നം വളരെ ഗുരുതരമാണെങ്കിലും അതിൻ്റെ പുറകിലും ചില സത്യങ്ങളുണ്ട്. പ്രശ്നം ഇതാണ്: ദൈവം നൽകിയ കഴിവുകൾ തന്നെ ഉപയോഗിച്ചുകൊണ്ടാണല്ലോ ലോകത്തിലുണ്ടാകുന്ന തിന്മകൾ എല്ലാം തന്നെ നടക്കുന്നത് എന്ന സത്യം തന്നെയാണ് ഈ സംശയത്തിന് ആസ്പദം. നീ ദൈവപുത്രനാണെങ്കിൽ കുരിശിൽ നിന്ന് ഇറങ്ങി വരിക എന്ന് യഹൂദ പ്രമാണികൾ ക്രൂശിതനായ ഈശോയോട് പറഞ്ഞതിൻ്റെ യുക്തിയും അതുതന്നെയാണ്. ദൈവത്തിൻ്റെ സൃഷ്ടിയായ മനുഷ്യന് ദൈവത്തോട് മറുതലിക്കുവാൻ എങ്ങനെ സാധിക്കും എന്നത് കുരുക്കഴിക്കാനാവാത്ത ഒരു കടുംകെട്ട് തന്നെയാണ്. പക്ഷേ ആ കടുംകെട്ട് വെട്ടിമുറിക്കാൻ മൂർച്ചയുള്ള ഒരു വാളുണ്ട്. മനുഷ്യനെ ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും, അതായത് സ്വതന്ത്രനായി സൃഷ്ടിച്ചുവെന്ന അവിശ്വസനീയം എന്ന് തോന്നാവുന്ന മഹാസത്യം എല്ലാ ബുദ്ധിമാന്മാരെയും നിരീശ്വരവാദികളെയും കുഴച്ചിട്ടുള്ളതാണ് അനിഷേധ്യമായ ഈ പച്ച പരമാർത്ഥം. ദൈവം ഈ പ്രപഞ്ചത്തിലെ മറ്റൊന്നിനും നൽകിയിട്ടില്ലാത്ത ഒരു സവിശേഷ സ്ഥാനം മനുഷ്യന് നൽകിയിരിക്കുന്നു. മനുഷ്യരെ ദൈവത്തിൻ്റെ മക്കളായി സ്വതന്ത്രരായി സൃഷ്ടിച്ചിരിക്കുന്നു. പക്ഷേ ആ സ്വാതന്ത്ര്യത്തിൻ്റെ പൂർണ്ണത മരണാനന്തരം ദൈവത്തെ നിത്യമായി പ്രാപിക്കുമ്പോൾ മാത്രമാണ് ലഭ്യമാകുന്നത്. അതായത് ഈ സ്വാതന്ത്ര്യത്തിൻ്റെ മകുടം അവൻ്റെ സ്വതന്ത്രമായ സഹകരണത്തോടെ വേണം നേടിയെടുക്കാൻ. ഈ അടിസ്ഥാന യാഥാർത്ഥ്യം മുന്നിൽ വെച്ചുകൊണ്ട് വേണം മനുഷ്യ ജീവിതത്തിൻ്റെ സങ്കീർണതകൾ പഠിക്കാനും അവയ്ക്ക് ഉത്തരം നൽകാനും. 1. വഴിവിട്ട ലൈംഗിക ബന്ധങ്ങളിലൂടെ അഥവാ വെറും സുഖാസ്വാദന ലക്ഷ്യത്തോടെ നടക്കുന്ന ലൈംഗിക ബന്ധത്തിൽ എന്തുകൊണ്ട് ജീവൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു എന്നാണല്ലോ ഒരു ചോദ്യം. പ്രകൃതിയിൽ നടക്കുന്ന മറ്റെല്ലാ കാര്യങ്ങളിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായി മനുഷ്യജീവന്റെ ഉൽപാദനത്തിൽ മാത്രം എന്തോ പ്രത്യേകമായ ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടെന്ന് വിചാരിക്കുന്നത് ഒരു മാനുഷിക ഭാവനയാണ്. ഓരോ സ്വാഭാവിക പ്രക്രിയയിലും ആത്യന്തികമായി ദൈവത്തിന്റെ പ്രവർത്തനം ഉണ്ടെന്ന് തീർച്ചയായിട്ടും പറയണം. നക്ഷത്രങ്ങളുടെ ഭ്രമണത്തിലും സൂര്യന്റെ ഉദയത്തിലും ഇടിവെട്ടിലും വാഴ കുലയ്ക്കുന്നതിലും വെള്ളം ആവിയാകുന്നതിലും ദൈവം ഓടി നടന്ന് പ്രവർത്തിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അത് മാനുഷികമായ ഒരു ഭാവനയാണ്. മനുഷ്യർ തമ്മിൽ ലൈംഗിക വേഴ്ചയിൽ ഏർപ്പെടുമ്പോൾ ദൈവം ഒരു പുതിയ ജീവൻ സൃഷ്ടിക്കുകയാണെന്ന സങ്കല്പവും ശരിയല്ല. 2. സ്ത്രീ പുരുഷ സംയോഗത്തിലൂടെ ഭ്രൂണം ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോൾ ദൈവം ആത്മാവിനെ സൃഷ്ടിച്ച് ഭ്രൂണകോശത്തിൽ നിവേശിക്കുകയാണെന്നല്ല സഭയുടെ കാഴ്ചപ്പാട്. 2 സൃഷ്ടികർമ്മങ്ങൾ നടക്കുന്നുവെന്നല്ല സങ്കല്പം. ദൈവം ആത്മാവിനെയല്ല മനുഷ്യ വ്യക്തിയെയാണ് സൃഷ്ടിക്കുന്നത്. പ്രകൃതിയിലെ മറ്റേതു ബീജാവാപ പ്രക്രിയയിലും സംഭവിക്കുന്ന പോലെ
സ്ത്രീ പുരുഷ കോശങ്ങൾ സൃഷ്ടികർമ്മത്തിലെ ഉപകരണങ്ങളാണ്. ആദ്യ നിമിഷത്തിൽ തന്നെ മനുഷ്യ വ്യക്തിയാണ് രൂപം കൊള്ളുന്നത്. ശരീരം ഒന്ന്, ആത്മാവ് വേറൊരു വസ്തു എന്ന് ചിന്തിക്കരുത്. മരണസമയത്ത് ആത്മാവ് പിരിഞ്ഞു പോകുന്നു എന്നൊക്കെ പറയാറുണ്ട്. അത് രൂപക ഭാഷയിലാണ് മനസ്സിലാക്കേണ്ടത്. മരണമെന്ന് പറയുന്നത് ആത്മാവിൻ്റെ പിരിഞ്ഞു പോകലല്ല, വ്യക്തിക്ക് രൂപാന്തരം സംഭവിക്കുകയാണ്. അതായത് ശാരീരിക അവസ്ഥയിൽ നിന്ന് ആത്മീയാവസ്ഥയിലേക്ക് മാറുകയാണ്. ചുരുക്കത്തിൽ ഗർഭധാരണം രണ്ട് സൃഷ്ടികർമ്മങ്ങളായി തെറ്റിദ്ധരിക്കേണ്ട. ഈ അർത്ഥവ്യത്യാസങ്ങൾ നിരൂപിക്കാത്തത് കൊണ്ടാണ് ഈ സംശയം ഉയരാൻ കാരണം. പ്രകൃതിയിലെ എല്ലാ അത്ഭുതങ്ങളെക്കാൾ വലിയ അത്ഭുതമാണ് ഗർഭധാരണം എന്നതും മറന്നുകൂടാ. 3. പക്ഷേ മറ്റൊരു വലിയ വ്യത്യാസമുണ്ട്. പ്രകൃതിയിലെ മറ്റ് സംഭവങ്ങളിൽ നിന്ന് മനുഷ്യരുടെ പ്രവർത്തനങ്ങളെ വ്യത്യാസപ്പെടുത്തുന്നത് മനുഷ്യന്റെ സ്വതന്ത്രമായ പ്രവർത്തനങ്ങൾക്ക് അവൻ തന്നെ ഉത്തരവാദിയാണ് എന്നതാണ്. പ്രകൃതിയിലെ മറ്റു പ്രക്രിയകളിൽ പ്രപഞ്ചശക്തികളുടെ അന്ധമായ പ്രവർത്തനമാണ് നടക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ പുറകിലുള്ള പ്രപഞ്ച നിയമങ്ങൾ ദൈവിക ശക്തിയെയാണ് വിളിച്ചോതുന്നത്. മനുഷ്യനാവട്ടെ അവൻ്റെ പ്രവൃത്തികൾക്ക് ഉത്തരവാദിയാകുന്നത് സ്വതന്ത്രമായി ചില ലക്ഷ്യങ്ങളോടുകൂടി അവൻ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. ആ ലക്ഷ്യങ്ങൾക്ക് ഭ്രംശം സംഭവിക്കുന്നതാണ് തിന്മ. അവൻ ലക്ഷ്യഭ്രംശത്തിന് ഉത്തരവാദിയായി തീരുമ്പോൾ തിന്മയ്ക്ക് ഉത്തരവാദിയായി തീരുന്നു. 4. മനുഷ്യപാപം തന്നിൽ ഏറ്റുകൊണ്ട് തൻ്റെ മരണം കൊണ്ട് ഈശോ പാപത്തെ ജയിച്ചു എന്നാണ് ക്രൈസ്തവ സിദ്ധാന്തം. അതു ഈശോ വ്യക്തമായി പറഞ്ഞിട്ടുമുണ്ട്. നന്മ മാത്രമായ ദൈവം സൃഷ്ടിച്ച ഈ ലോകത്തിൽ തിന്മ എങ്ങനെ കടന്നുവെന്നതിൻ്റെയൊക്കെ പുറകിലുള്ള രഹസ്യം വിശദീകരിക്കാൻ ഒരു പരിധിവരെ മാത്രമേ സാധിക്കൂ. മനുഷ്യൻ തൻ്റെ സ്വാതന്ത്ര്യം ദുരുപയോഗിച്ചതാണ് ലോകത്തിൽ തിന്മ കടന്നുവരാൻ കാരണം എന്നാണ് ക്രൈസ്തവ കാഴ്ചപ്പാട്. ക്രിസ്തു ലോകരക്ഷകനായി അവതരിച്ചതു തിന്മയെന്ന രഹസ്യത്തിൻ്റെ അന്തിമ തെളിവും വിശദീകരണവും പരിഹാരവുമാണ്. പക്ഷേ ആ രക്ഷ ഓരോ മനുഷ്യനിലും സാക്ഷാത്കരിക്കപ്പെടാൻ വേണ്ടി ആ സന്ദേശം എല്ലാ മനുഷ്യരിലും എത്തണം. ഓരോ മനുഷ്യനും അത് സ്വീകരിച്ചു പ്രവർത്തിക്കണം. അതാണ് ക്രിസ്തുമാർഗം എന്ന ഇഗ്ദോസ് പ്രസിദ്ധീകരണത്തിൻ്റെ വിഷയം. 5. ഇന്നത്തെ ഏറ്റവും ദുഃഖകരമായ ഒരവസ്ഥ ഇതാണ്. പാപകരമായ ലക്ഷ്യഭ്രംശങ്ങളെ ന്യായീകരിക്കാനും അതിനായി പുതിയ തത്വശാസ്ത്രങ്ങൾ പ്രചരിപ്പിക്കാനും ഉള്ള ആസൂത്രിത ശ്രമങ്ങൾ ലോകവ്യാപകമായി നടക്കുകയാണ്. അങ്ങനെ സാമാന്യ വ്യക്തികൾ മാത്രമല്ല, പരിഷ്കൃത സമൂഹങ്ങൾ പോലും ഭീകരമായ കുറ്റകൃത്യങ്ങൾ യാതൊരു കൂസലും ഇല്ലാതെ പ്രചരിപ്പിക്കുകയും അതിനായി നിയമനിർമ്മാണം നടത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഭ്രൂണഹത്യയ്ക്ക് വിധേയരായ കോടിക്കണക്കിനു അജാത ശിശുക്കളുടെ രക്തം പ്രതികാരത്തിനായി സ്വർഗത്തിലേക്ക് നിലവിളിച്ചുകൊണ്ടിരിക്കുന്നത് സൃഷ്ടിയുടെ പുസ്തകം 4:10 മനുഷ്യവംശം കേട്ടില്ലെന്ന് നടിക്കുകയാണ്. പക്ഷേ നടുക്കത്തോടെ അതിൽ നിന്ന് ഞെട്ടിയുണരാനുള്ള സമയം വിദൂരത്തല്ല. ഈ ഭ്രാന്തിൽ നിന്ന് മനുഷ്യവംശം വിമുക്തമാകാൻ നാം പ്രാർത്ഥിക്കണം. ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ താഴെ കൊടുത്തിരിക്കുന്ന ഇഗ്ദോസ് ബുക്സിൽ നിന്നും മറ്റ് എപ്പിസോഡുകളിൽ നിന്നുമുള്ള 4 വായനകളിൽ ചില ഭാഗങ്ങൾ ഇവിടെ വായിച്ചു കേൾക്കുക. ഒന്നാം വായന ക്രിസ്തുമാർഗം അധ്യായം 22 നിന്ന്. ധാർമ്മികതയുടെ മാനദണ്ഡം. മനസാക്ഷിയുടെ സ്വരം എന്ന് വെച്ചാൽ എന്താണ്?
തലച്ചോറിൻ്റെ ഉള്ളിലിരുന്ന് ഇതു ശരി അതു തെറ്റ് എന്നു ചിലയ്ക്കുന്ന ഒരു പക്ഷിയൊന്നുമല്ല അത്. സുബുദ്ധിയുടെ ശാസനയാണ്. സുബുദ്ധി നൽകുന്ന അനുനൈമിഷിക വ്യക്തിഗത ശാസനയെയാണ് നാം മനസാക്ഷിയുടെ സ്വരമെന്ന് പറയുന്നത്. മനുഷ്യന് ബുദ്ധിയുണ്ടെന്നതാണല്ലോ മനുഷ്യനെ മൃഗത്തിൽ നിന്ന് വേർതിരിക്കുന്നത്. പക്ഷേ ആ ബുദ്ധിയെ നന്മയ്ക്കായും തിന്മയ്ക്കായും ഉപയോഗിക്കാം. കാരണം മനുഷ്യന് ബുദ്ധി മാത്രമല്ല സ്വതന്ത്ര മനസ്സുമുണ്ട്. ബുദ്ധിയെ നന്മയ്ക്കായി വിനിയോഗിക്കുമ്പോൾ അത് സുബുദ്ധിയാകും. തിന്മയ്ക്കായി വിനിയോഗിക്കുമ്പോൾ അത് കുബുദ്ധിയാകും. അതുകൊണ്ടാണ് സുബുദ്ധിയുടെ ശാസനം എന്ന് മനസാക്ഷിയെ നാം നിർവചിച്ചത്. അത് സാമാന്യ ശാസനവും വ്യക്തിഗത ശാസനവുമാകാം. സാമാന്യ ശാസനം എന്ന് വെച്ചാൽ ഒരു പൊതു നിയമരൂപത്തിലുള്ള ശാസനം. ഉദാഹരണം, മാതാപിതാക്കളെ ബഹുമാനിക്കണം. വ്യക്തിഗതമെന്ന് പറയുന്നതാണ് ക്ലിപ്തമായ അർത്ഥത്തിൽ മനസാക്ഷി എന്ന് പറയുക. ഈ അവസരത്തിൽ ഞാൻ ഈ പ്രവൃത്തി ചെയ്യുന്നത് എൻ്റെ അപ്പനോടുള്ള അപരാധമാണ്. സുബുദ്ധി എന്നാൽ പ്രകൃതിയെ സംബന്ധിച്ച ദൈവിക സംവിധാനത്തെ ഉൾക്കണ്ണുകൊണ്ട് കാണാനുള്ള ബുദ്ധിയുടെ വെളിച്ചമാണ്. പ്രകൃതിയുടെ ആത്യന്തിക സംവിധാനം അഥവാ ലക്ഷ്യയുക്തതയാണ് ആ സംവിധാനത്തിൻ്റെ സത്യാവസ്ഥ. അതിൻ്റെ ഭൗതിക ഘടനയെക്കുറിച്ചുള്ള ശാസ്ത്രീയ കാഴ്ചപ്പാടുകൾക്കുമപ്പുറത്ത് അതിൻ്റെ ആത്യന്തിക ലക്ഷ്യയുക്തത കാണുവാൻ ഭൗതിക ശാസ്ത്രീയ അറിവല്ല ആവശ്യം. സമഗ്രത ദർശിക്കുന്ന ജ്ഞാനബുദ്ധിയുടെ വെളിച്ചമാണ് വേണ്ടത്. അതിൽ സൃഷ്ടാവിൻ്റെ പാദമുദ്രകൾ കാണുവാനുള്ള കഴിവിനെയാണ് നാം സുബുദ്ധി എന്ന് വിളിക്കുന്നത്. ഓരോ മനുഷ്യൻ്റെയും ബുദ്ധി വികസിക്കുന്നതോടൊപ്പം ഈ ഉൾക്കാഴ്ചയും നമ്മിൽ വളരുന്നു. അതുകൊണ്ട് നാം പറയുന്നു, ബുദ്ധി വികസിക്കുന്നതോടൊപ്പമാണ് ഉത്തരവാദിത്വവും വർദ്ധിക്കുന്നതെന്ന്. 2 വയസ്സുള്ള ഒരു കുട്ടിക്ക് അതിൻ്റെ പ്രവൃത്തികൾക്ക് നാം കൽപ്പിക്കുന്ന ഉത്തരവാദിത്വമല്ല 12 വയസ്സുള്ള ഒരു കുട്ടിക്കും 30 വയസ്സായ ഒരാൾക്കും നാം കൽപ്പിക്കുന്ന ഉത്തരവാദിത്വം. അവരുടെ ബുദ്ധി വികാസത്തിനൊപ്പം ഉത്തരവാദിത്വവും വളരുന്നു. ചുരുക്കത്തിൽ തെറ്റും ശരിയും തിരിച്ചറിയാൻ സഹായകരമായ 100 സാഹചര്യങ്ങൾ ഉണ്ടെങ്കിലും ആത്യന്തികമായി അത് നിർണയിക്കുന്നത് സുബുദ്ധിയുടെ ശാസനമാണ്. അതിലും സുവിദിതമായ സ്വയം തെളിവായ മറ്റൊരു അറിവും നമുക്കില്ലാത്തതുകൊണ്ട് കൂടുതൽ അറിയപ്പെട്ട മറ്റൊരു വസ്തുതയുടെ നിഗമനമായി ഈ അറിവ് നമുക്ക് ലഭിക്കുകയില്ല. നന്മ ചെയ്യണം, തിന്മ ചെയ്യരുത് എന്നതിനേക്കാൾ പ്രാഥമികമായ മറ്റൊരറിവ് ഇല്ല തന്നെ. കാരണം നന്മ എന്ന് വെച്ചാൽ ചെയ്യേണ്ടത് എന്ന് സുവിദിതമാണ്, തിന്മ എന്ന് വെച്ചാൽ ചെയ്യരുതാത്തത് എന്നും സുവിദിതം. തത്സംബന്ധമായി CCC/C പറയുന്നു, വ്യക്തിയുടെ ഹൃദയത്തിൽ സന്നിഹിതമായിരിക്കുന്ന ധാർമ്മിക മനസാക്ഷി യുക്തിയുടെ ഒരു വിധി തീർപ്പാണ്. തക്ക സമയത്ത് നന്മ ചെയ്യാനും തിന്മ ഉപേക്ഷിക്കാനും അത് അവനോട് നിർദ്ദേശിക്കുന്നു. മനുഷ്യ വ്യക്തി ചെയ്യേണ്ടതോ ചെയ്തതോ ആയ ഒരു പ്രവൃത്തിയുടെ ധാർമ്മിക ഗുണം ധാർമ്മിക മനസാക്ഷി വഴിയാണ് മനസ്സിലാക്കുന്നത്. ആ പ്രവൃത്തിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാൻ അത് അവനെ അനുവദിക്കുകയും ചെയ്യുന്നു. വിവേകിയായ വ്യക്തിക്ക് ധാർമ്മിക മനസാക്ഷിയെ ശ്രദ്ധിക്കുന്ന പക്ഷം തന്നോട് സംസാരിക്കുന്ന ദൈവത്തിന്റെ സ്വരം കേൾക്കാം. ഇവയിൽ നിന്നെല്ലാം ആരംഭത്തിൽ സ്വീകരിച്ച പ്രസ്താവനയിലേക്ക് നമുക്ക് തിരിച്ചു വരാം. മനസാക്ഷിയുടെ സ്വരം ദൈവസ്വരമാണെന്ന് പറയുന്നതിന്റെ അർത്ഥം ഇതാണ്. സീനായ് മലയിൽ വെച്ച് ഇടിമിന്നലുകളുടെ അകമ്പടികളോടുകൂടി കൽപ്പലകകളിൽ എഴുതിയ കൽപ്പനകൾ ദൈവം മോശയ്ക്ക് നൽകുന്നതിന് മുമ്പ് തന്നെ ആ പ്രമാണങ്ങൾ മനുഷ്യ ഹൃദയഭിത്തികളിൽ ദൈവം എഴുതി വച്ചിട്ടുണ്ട്. പക്ഷേ യുഗങ്ങളുടെ ഒരു പ്രക്രിയയിലൂടെയാണ് അത് മനുഷ്യ സംസ്കാരത്തിന്റെ ഭാഗമായി തീർന്നിട്ടുള്ളത്. മതപ്രബോധനങ്ങൾ, നിയമപുസ്തകങ്ങൾ, ഭരണഘടനകൾ, പാഠപുസ്തകങ്ങൾ, പുരാണ കൃതികൾ, ശിലാശാസനകൾ, നോവലുകൾ തുടങ്ങി നഴ്സറി പാട്ടുകൾ വരെ എല്ലാം ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ മനസാക്ഷിയുടെ ശാസനങ്ങളും ദൈവത്തിന്റെ ശബ്ദവുമായി
മനുഷ്യ സമൂഹത്തെ നയിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. സൃഷ്ടപ്രപഞ്ചത്തിൽ ദൈവത്തിന്റെ പാദമുദ്രകൾ കാണാമെന്ന് പറയുന്നത് ആ അർത്ഥത്തിലാണ്. മനസ്സാക്ഷിയുടെ സ്വരത്തിൽ ദൈവശബ്ദം കേൾക്കാമെന്ന് പറയുന്നത് തീർത്തും ശരിയാണ്. നമുക്ക് മുകളിൽ നിരുപാധികമായ അധികാരത്തോടെ സംസാരിക്കുന്ന ആ സ്വരം വിളിച്ചു പറയുന്നു, ഇതാ നന്മയുടെ വഴി, നന്മയുടെ പൂർണ്ണതയിലേക്ക് ഈ വഴിയെ പോവുക. മറ്റേത് തിന്മയുടെ വഴി, അത് നാശത്തിലേക്ക് നയിക്കും. നിശ്വാസം പോലെ ലോലമാണെങ്കിലും കൊടുങ്കാറ്റ് പോലെ ഗർജിക്കുന്നുണ്ട് ആ ശബ്ദം. CCC പറയുന്നു, സത്യസന്ധവും ശരിയുമായ ധാർമ്മിക മനസാക്ഷി രൂപീകരണം, വിദ്യാഭ്യാസം, ദൈവവചനത്തിൻ്റെയും സഭാ പ്രബോധനങ്ങളുടെയും സ്വാംശീകരണം എന്നിവ വഴി നടക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ ഈ പരിശീലനത്തെ ശക്തമാക്കുന്നു. വിജ്ഞാനികളുടെ ഉപദേശങ്ങൾ ഇതിനെ സഹായിക്കുകയും ചെയ്യുന്നു. ഒരുവന്റെ ധാർമ്മിക പരിശീലനത്തെ പ്രാർത്ഥനയും ആത്മപരിശോധനയും വലിയ തോതിൽ സഹായിക്കുകയും ചെയ്യും. രണ്ടാം വായന ക്രിസ്തുമാർഗം അദ്ധ്യായം 10 നിന്ന്. ദൈവത്തിൻ്റെ പാതയിൽ ചരിക്കുക. ദൈവത്തെക്കുറിച്ചും അവിടുത്തെ പദ്ധതിയെക്കുറിച്ചും അറിയുമ്പോഴാണ് നമ്മെക്കുറിച്ചും നമുക്ക് അറിവ് ലഭിക്കുക. നമ്മെക്കുറിച്ച് അറിയുമ്പോഴാണ് നമ്മുടെ ലക്ഷ്യമെന്താണെന്നും അത് പ്രാപിക്കാൻ നാം എന്തു ചെയ്യണമെന്നുമുള്ള അവബോധം നമുക്കുണ്ടാവുക. ദൈവത്തെ നാം നേരിട്ടു കാണുന്നില്ലെങ്കിലും ദൈവത്തിൻ്റെ കാൽപ്പാടുകൾ സൃഷ്ടിലോകത്തിലും നമ്മുടെ തന്നെ അന്തരംഗത്തിലും നമുക്ക് കാണാനാവും എന്നാണ് ക്രൈസ്തവ നിലപാട്. തത്സംബന്ധമായി CCC പറയുന്നു, ലോകത്തിൻ്റെയും മനുഷ്യൻ്റെയും സൃഷ്ടിയിൽ കൂടി ദൈവം തൻ്റെ ജ്ഞാനത്തിൻ്റെയും സർവശക്ത സ്നേഹത്തിൻ്റെയും പ്രഥമവും സാർവത്രികവുമായ സാക്ഷ്യം നൽകിയിരിക്കുന്നു. ക്രിസ്തുവിലുള്ള പുതിയ സൃഷ്ടിയെ ലക്ഷ്യമാക്കിയുള്ള ദൈവത്തിൻ്റെ കൃപാകര പദ്ധതിയുടെ പ്രഥമ പ്രഘോഷണമാണിത്. CCC 315 CCC-C-51. സൃഷ്ടികളുടെ പ്രവർത്തനങ്ങളിൽ കൂടിയും ദൈവിക പരിപാലന പ്രവർത്തിക്കുന്നു. ദൈവിക പദ്ധതിയോട് സ്വതന്ത്രമായി സഹകരിക്കുവാനുള്ള കഴിവ് മനുഷ്യർക്ക് ദൈവം നൽകുന്നു. CCC-C 323 CCC-C-56. മുൻ അധ്യായത്തിൽ പ്രസ്താവിച്ച വിശ്വാസ കാഴ്ചപ്പാടിൻ്റെ ഫലങ്ങളാണ് CCC ഈ ഖണ്ഡികകളിൽ പ്രസ്താവിക്കുന്നത്. ജീവിതത്തെ ദൈവത്തിൽ കേന്ദ്രീകരിച്ച ഒരു ജീവിതശൈലിയായിരിക്കും അത്. അതിൻ്റെ 3 പ്രധാനപ്പെട്ട വശങ്ങൾ ഇവയാണ്. 1. പ്രപഞ്ചത്തെയും അതിലെ ഓരോ പ്രതിഭാസങ്ങളെയും ദൈവത്തിൻ്റെ മഹത്വവും മനോഹാരിതയും നന്മയും പ്രതിഫലിപ്പിക്കുന്ന കണ്ണാടിയായി കാണുക. അത് മനുഷ്യനിൽ ഉളവാക്കുന്ന ആത്മീയ പ്രഹർഷം അവാച്യമാണ്. 2. ദൈവം അന്യനോ നിർഗുണനോ അപ്രാപ്യനോ ആയ വിദൂര യാഥാർത്ഥ്യമായിട്ടല്ല, പരിചിതനും അവാച്യവാനും നമ്മെക്കുറിച്ച് കരുതലുള്ളവനുമായ പിതാവായി അനുഭവപ്പെടുന്നു. നമ്മുടെ ജീവിത സംഭവങ്ങളെ ദൈവനിയോഗങ്ങളായി കാണുവാൻ കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഗുണമേന്മ എത്രയോ ഉയർത്താനിടയുണ്ട്. 3. പ്രപഞ്ച ലക്ഷ്യപ്രാപ്തിയിൽ ഓരോ മനുഷ്യനും അവൻ്റെ പങ്കുവഹിക്കാനുണ്ടെന്ന് നാം ധരിക്കണം. പ്രകൃതിക്കനുസൃതമായി സുബുദ്ധിയുടെ ശാസനകൾക്കനുസരിച്ച് മനുഷ്യൻ പ്രവർത്തിക്കുമ്പോഴാണ്, അതായത് ധാർമ്മികത പാലിക്കുന്നത് വഴിയാണ് മനുഷ്യൻ അവൻ്റെയും സൃഷ്ടപ്രപഞ്ചത്തിൻ്റെയും സാക്ഷാത്കാരം സാധിക്കുന്നതെന്നും മനസ്സിലാക്കുമ്പോൾ വിശ്വാസി ഭാഗ്യവാനാകാൻ മറ്റെന്തു വേണം?
എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുന്നില്ല, അവനിൽ ജീവന്റെ പ്രകാശമുണ്ടായിരിക്കും. അവൻ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് പ്രവേശിക്കും. യോഹന്നാൻ 2:46. ദൈവം ആരാണ്, എന്താണ്, ദൈവം ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ യുഗയുഗാന്തരങ്ങളായി മനുഷ്യൻ ചോദിക്കാൻ തുടങ്ങിയിട്ട് ഈ ചോദ്യങ്ങളുടെ എല്ലാം പുറകിൽ ദൈവം എന്ന ഒരു സങ്കല്പം അന്തർലീനമായിട്ടുണ്ട്. ആ സങ്കല്പത്തെ ആസ്പദമാക്കിയാണ് ഉണ്ടെന്നോ ഇല്ലെന്നോ പറയുന്നത്. ആ സങ്കല്പങ്ങൾ തന്നെ ചരിത്രത്തിൽ 100 രൂപഭാവങ്ങൾ പ്രാപിച്ചിട്ടുണ്ട്. ഒരു ദൈവത്തിൻ്റെ 100,000 പ്രത്യക്ഷങ്ങളെ വിവിധ മതങ്ങൾ സങ്കല്പിച്ചിട്ടുണ്ട്. തത്സംബന്ധമായ താത്വിക പ്രബന്ധങ്ങളും പുരാണങ്ങളും ഇതിഹാസങ്ങളും വേദങ്ങളും വിശുദ്ധ ഗ്രന്ഥങ്ങളും കഥകളും ഐതിഹ്യങ്ങളും ലോക സാഹിത്യങ്ങളിൽ നിറഞ്ഞിരിക്കുന്നു. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ചോദ്യമുയരുന്നത്, ദൈവത്തെക്കുറിച്ച് നമുക്കെന്ത് അറിയാനാവും എന്ന്. അതിനുള്ള ഹ്രസ്വമായ ഉത്തരമാണ് ഈ ഭാഗത്തിൽ നാം നൽകിയത്. നമ്മുടെ ബുദ്ധിയും യുക്തിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വെളിപ്പെടുത്തുന്നുണ്ട്. പക്ഷേ ചരിത്രത്തിൽ അരുളിയ വെളിപാടിലൂടെ നമുക്ക് ലഭിച്ച അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് ദൈവത്തെ യഥാതഥം മനസ്സിലാക്കുവാനും സ്നേഹിക്കുവാനും നമുക്ക് ഭാഗ്യം ലഭിച്ചിട്ടുള്ളത്. അങ്ങനെയാണ് നമുക്ക് നമ്മുടെ ജീവിത ലക്ഷ്യത്തെക്കുറിച്ചും അത് പ്രാപിക്കാനുള്ള വഴിയെക്കുറിച്ചും സുരക്ഷിതമായ അറിവുകൾ ലഭിച്ചിട്ടുള്ളത്. ഞാൻ വഴിയും സത്യവും ജീവനുമാണെന്ന് പറയുവാൻ ഈശോയ്ക്ക് സാധിച്ചത് താൻ ആരാണെന്ന ബോധ്യത്തിൽ നിന്നാണ്. ആരും ദൈവത്തെ കണ്ടിട്ടില്ല. തൻ്റെ ഏകജാതൻ പിതാവിൻ്റെ മടിയിൽ വസിക്കുന്നവൻ ഇക്കാര്യങ്ങൾ നമുക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു എന്ന യോഹന്നാന്റെ പ്രസ്താവന ഇതാണ് അർത്ഥമാക്കുന്നത്. യോഹന്നാൻ 1:18. മൂന്നാം വായന ഹിന്ദു ക്രിസ്ത്യൻ ഡയലോഗ് അധ്യായം 11 നിന്ന്. ലഘുലേഖ 4. ധാർമ്മികത, തത്വവും പ്രയോഗവും. മനുഷ്യൻ അവന്റെ ജീവിത പൂർണ്ണത പ്രാപിക്കുന്നത് തൻ്റെ ജീവിതാവസ്ഥയ്ക്ക് ചേർന്ന ധാർമ്മികത പാലിക്കുന്നതിലൂടെയാണ്. തൻ്റെ ഓരോ പ്രവൃത്തിയും പ്രകൃത്യാനുസൃതമാണോ അല്ലയോ എന്ന് വിവേചിച്ചറിയുന്ന സുബുദ്ധിയുടെ തിരിച്ചറിവാണ് ആത്യന്തികമായി ധാർമ്മികതയുടെ മാനദണ്ഡം. ധർമ്മം ദൈവാധിഷ്ഠിതവും എല്ലാ ദൈവിക മാനുഷിക നിയമങ്ങളുടെയും ഉറവിടവുമാണ്. എന്താണ് ധർമ്മം? ധർമ്മം രോഷം ആളിക്കത്തി നാട് ചാമ്പലാകുമോ എന്ന് ഭയപ്പെടത്തക്കവണ്ണം തീപാറുന്ന പ്രസംഗങ്ങളും പൊള്ളുന്ന ചുവരെഴുത്തുകളും നാം ഇന്ന് നമുക്ക് ചുറ്റും കാണുകയും കേൾക്കുകയും ചെയ്യുന്നു. അഴിമതിക്കെതിരായി, വർഗീയതയ്ക്കെതിരായി, സ്ത്രീ പീഡനത്തിനും കള്ളക്കടത്തിനും കൈക്കൂലിക്കും തൊഴിലാളി മർദ്ദനത്തിനും ബലാത്സംഗത്തിനും എതിരായി ധർമ്മരോഷം കൊണ്ട് വാചാലരാകാത്തവർക്ക് ഇന്ന് നേതാക്കളാവാൻ പറ്റില്ല. മനുഷ്യക്കോട്ടയും അയോധ്യയിൽ സ്നേഹമതിലും മാനവ മൈത്രി സന്ധ്യയും ഹർത്താലുകളും ബന്ധുകളും ധാർമ്മികാവേശത്തിന്റെ നിലവിളികൾ എന്ന ഭാവേനയാണ് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ പലപ്പോഴും ധർമ്മരോക്ഷത്തിന്റെ മറവിൽ കാപഢ്യം ഒളിക്കാൻ ശ്രമിക്കുന്നത് കണ്ണുള്ളവർക്കൊക്കെ കാണാം. ആരവത്തിന്റെ പുറകിലും ചെവിയുള്ളവർക്ക് കേൾക്കാം. എന്നാൽ എന്താണ് ഈ ധർമ്മരോഷത്തിന്റെ അടിസ്ഥാനമെന്ന് അവരോട് ചോദിച്ചാൽ പാർട്ടിയും ഗ്രൂപ്പും അനുസരിച്ച് വ്യത്യസ്തമായ മറുപടികളാണ് ലഭിക്കുക. ധർമ്മം എന്ന വാക്കിനെ കുറിച്ച് തന്നെ ഭാഷാശാസ്ത്രപരമായി വളരെയേറെ വ്യവഹരിക്കാനുണ്ടാവും. ധർമ്മം എന്ന ആശയത്തിലേക്ക് അതിൽ നിന്ന് കുറേയെല്ലാം വെളിച്ചം ലഭിക്കുകയും ചെയ്യും. പക്ഷേ ഭാഷാപരമായ വാക്കിൻ്റെ രൂപം ആശയത്തിൻ്റെ പുറന്തോട് മാത്രമാണ്. ധർമ്മം ശരണം ഗച്ഛാമി, ബുദ്ധസംഘത്തിൽ ചേരുന്ന സന്യാസാർത്ഥി
തൻ്റെ ജീവിത ലക്ഷ്യത്തെ സംഗ്രഹിച്ച് അതാണ് പറയുക. അവിടെ ധർമ്മമെന്ന വാക്കിന് ലഭിക്കുന്ന അർത്ഥപൂർണതയൊന്ന് വേറെ. ധർമ്മക്കാർക്ക് പ്രവേശനമില്ല എന്ന് വീട്ടുപടിക്കൽ എഴുതി വയ്ക്കുന്ന ഗൃഹസ്ഥൻ ധർമ്മമെന്ന വാക്കിന് നൽകുന്ന ശുഷ്കമായ അർത്ഥം വേറെ. പക്ഷേ ഇവ രണ്ടും തമ്മിൽ ബന്ധമുണ്ട് താനും. ജീവിതത്തിൻ്റെ ആത്യന്തികമായ മൂല്യങ്ങളെ തേടിക്കൊണ്ട് നൈമിഷികമായ ജീവിതസുഖങ്ങൾ ഉപേക്ഷിച്ച ബുദ്ധ സമൂഹത്തെ ശരണം പ്രാപിക്കുന്ന സന്യാസാർത്ഥിക്ക് വേണ്ടത് ധർമ്മമാണ്. ഭിക്ഷക്കാരൻ ചോദിക്കുമ്പോൾ ആവശ്യപ്പെടുന്നത് എന്താണ്? ഗൃഹനായകൻ തൻ്റെ മാനുഷിക ധർമ്മപാലനത്തിൻ്റെ ഭാഗമായി, അതായത് ഒരു ധാർമ്മിക കൃത്യം എന്ന നിലയിൽ, കച്ചവട അടിസ്ഥാനത്തിലല്ല, സ്വാർത്ഥ ലക്ഷ്യത്തോടു കൂടിയല്ല, ദരിദ്രനെ ഭിക്ഷ നൽകി സഹായിക്കണമെന്ന്. ഭിക്ഷക്കാരനോ ഗൃഹനാഥനോ ഈ ആശയങ്ങൾ വ്യക്തമായി ചിന്തിക്കുന്നില്ലായിരിക്കാം. പക്ഷേ ഈ പദപ്രയോഗത്തിൻ്റെ പുറകിലുള്ള ചിന്താധാര വ്യക്തമാണ്. ഈ പറഞ്ഞതിൽ നിന്ന് ധർമ്മമെന്ന പദത്തിൻ്റെ അടിസ്ഥാന ആശയത്തിലേക്ക് ചില സൂചനകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. സ്വാർത്ഥ ലാഭത്തിനും നൈമിഷികമായ താല്പര്യങ്ങൾക്കും അതീതമായി, മൃഗങ്ങളുടേത് പോലെയുള്ള സ്വാഭാവിക പ്രവണതകൾക്ക് അതീതമായി തനതായ മൂല്യം ഉൾക്കൊള്ളുന്ന ഒരു ഗുണവിശേഷം ചില പ്രവൃത്തികളിലും വസ്തുതകളിലും മനുഷ്യൻ കണ്ടെത്തുന്നു. അവൻ്റെ ഭാവനാ സൃഷ്ടിയല്ലാത്ത, അവനുമീതെ ഉയർന്നു നിൽക്കുന്ന യാഥാർത്ഥ്യമായിട്ടാണ് അവൻ അത് കാണുന്നത്. അതിന് സ്വയം വിധേയനാവുമ്പോൾ അവൻ സ്വയം ഉപരിതലത്തിലേക്ക് ഉയരുന്നതായി അവന് അനുഭവപ്പെടുന്നു. ധർമ്മം ശരണം ഗച്ഛാമി, ഞാൻ ധർമ്മത്തെ ശരണം പ്രാപിക്കുന്നു, അതെനിക്ക് എൻ്റെ ജീവിതത്തിൻ്റെ തന്നെ ലക്ഷ്യമാകുന്നു. ഇങ്ങനെ അവൻ തേടുന്ന ജീവിതത്തിൻ്റെ ഉയർന്ന മൂല്യസമാഹാരത്തെയാണ് മനുഷ്യൻ ധർമ്മമെന്ന് വിളിക്കുന്നത്. നാലാം വായന ചോദ്യോത്തരം 24 നിന്ന്. പ്രോ ലൈഫ് പ്രോ ചോയ്സ്. ചോദ്യം: ശരീരം വ്യക്തിയുടെ സ്വന്തമാണ്. ഒരു ശരീരഭാഗം ആ വ്യക്തിയുടെ ജീവനോ സുഖത്തിനോ ഭീഷണിയാണെന്നോ ആവശ്യമില്ലെന്നോ ആ വ്യക്തിക്ക് തോന്നിയാൽ അത് ഉപേക്ഷിക്കാമല്ലോ. അതുപോലെ സ്ത്രീയുടെ ശരീരത്തിൻ്റെ ഭാഗമായ ഭ്രൂണം അവൾക്ക് അഭിലഷണീയമല്ലെങ്കിൽ അത് നീക്കം ചെയ്യുന്നതിന് അവൾക്ക് അവകാശമുണ്ട്. പുതിയ ജീവൻ നൽകുകയോ നൽകാതിരിക്കുകയോ ചെയ്യുവാൻ ദമ്പതികൾക്ക് സ്വാതന്ത്ര്യമില്ലേ? അതാണല്ലോ പ്രോ ചോയ്സ് നിലപാട്. ഉത്തരം: 1. അവകാശം എവിടെ നിന്ന്? ഒന്നാമതായി ഒരു മറുചോദ്യം: ഒരാളുടെ ശരീരം ആ വ്യക്തിയുടെ സ്വന്തമാണെന്ന് ആര് പറഞ്ഞു? ലോകത്തിലെ മറ്റു ജീവികളുടെ ശരീരം അവയ്ക്ക് സ്വന്തമാണോ? എങ്കിൽ എന്തുകൊണ്ട് മനുഷ്യർ മറ്റു ജീവികളെ കൊന്നു ഭക്ഷിക്കുന്നു? മനുഷ്യന് മാത്രമേ പൂർണ്ണ അർത്ഥത്തിൽ അവകാശങ്ങളുള്ളൂ. സെന്റ് പോൾ പറയുന്നു, എല്ലാ മനുഷ്യനു വേണ്ടിയും മനുഷ്യൻ ക്രിസ്തുവിനു വേണ്ടിയും ക്രിസ്തു ദൈവത്തിനു വേണ്ടിയും, അതായത് പ്രപഞ്ചത്തിലെ മറ്റെല്ലാ വസ്തുക്കളും ജീവികളും അവയ്ക്ക് വേണ്ടിയല്ല, പ്രപഞ്ചത്തിൻ്റെ മകുടമായ മനുഷ്യനു വേണ്ടിയാണ്. അതുകൊണ്ട് അവയ്ക്ക് സ്വന്തമായി അവകാശങ്ങളില്ല. രണ്ടാമത്തെ മറുചോദ്യം: സ്ത്രീക്ക് സ്വന്തം ശരീരത്തിന്മേൽ എന്നു മുതലാണ് അവകാശം ലഭിച്ചത്? ജനനത്തോടു കൂടിയോ, 1-ാം വയസ്സിലോ, 15-ാം വയസ്സിലോ, 21-ാം വയസ്സിലോ, അതോ ജീവിതത്തിൻ്റെ ആദ്യ നിമിഷം മുതലോ? അങ്ങനെയെങ്കിൽ തൻ്റെ ഗർഭത്തിലുള്ള ശിശുവിനും അതേ അവകാശങ്ങളില്ലേ? ചുരുക്കത്തിൽ മനുഷ്യന് മനുഷ്യാവകാശങ്ങൾ ലഭിക്കുന്നത് മനുഷ്യനായതുകൊണ്ടാണ്, ദൈവത്തിൻ്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ടതുകൊണ്ടാണ്. മനുഷ്യൻ്റെ ഭാഗധേയം അവൻ്റെ തന്നെ കയ്യിലായതുകൊണ്ടാണ്. മനുഷ്യൻ സ്വതന്ത്രനായതുകൊണ്ടാണ്. മറ്റു വസ്തുക്കൾക്കും ജീവികൾക്കും സ്വാതന്ത്ര്യമില്ലാത്തതുകൊണ്ട് ഉത്തരവാദിത്തങ്ങളുമില്ല. മനുഷ്യൻ അങ്ങനെയല്ല. തൻ്റെ ജീവിതലക്ഷ്യ
തൻ്റെ ജീവിത ലക്ഷ്യത്തിക്ക് അവൻ ഉത്തരവാദിയാണ്. പക്ഷേ മനുഷ്യൻ ഏത് നിമിഷത്തിലാണ് മനുഷ്യനാകുന്നത്? ഒരു ഉത്തരമേയുള്ളൂ: ഭ്രൂണം ഉരുവാകുന്ന നിമിഷത്തിൽ. ഭ്രൂണം ആ നിമിഷം മുതൽ മനുഷ്യന്റെ പൂർണ്ണതയിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്നു. മരണം വരെ ഭ്രൂണാവസ്ഥയിൽ, ഗർഭാവസ്ഥയിൽ, ശൈശവാവസ്ഥയിൽ, കൗമാരത്തിൽ, യുവത്വത്തിൽ, മധ്യവയസ്കതയിൽ, വാർദ്ധക്യത്തിൽ, മരണത്തിന്റെ മഹായാത്രയിൽ, ഏതവസ്ഥയിലും മനുഷ്യൻ ദൈവപുത്രനാണ്, പുത്രിയാണ്. 2. മനുഷ്യജീവൻ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ നന്മയാണ്. 1000 താജ്മഹലിനേക്കാളും 7 സമുദ്രങ്ങളിലുള്ള എല്ലാ ജീവികളെക്കാളും വിലപ്പെട്ടതാണ്. സൂര്യചന്ദ്ര നക്ഷത്രങ്ങളെല്ലാം ഉൾപ്പെട്ട വിശ്വപ്രപഞ്ചവും ഭ്രൂണാവസ്ഥ മുതൽ മരണാസന്നമായതുവരെയുള്ള ഒരു മനുഷ്യജീവനോട് തുലനം ചെയ്യാനാവില്ല. കാരണം ദൈവത്തിന്റെ പുത്രനോ പുത്രിയോ ആണ് ആ ജീവൻ. ഈ മഹാത്ഭുതത്തിന്റെ നാഥൻ ദൈവം മാത്രമാണ്. ആ സൃഷ്ടികർമ്മത്തിൽ മാതാപിതാക്കൾ ദൈവത്തിന്റെ ഉപകരണങ്ങൾ മാത്രമാണ്. ഇത് വെറുമൊരു മതസങ്കല്പമായി തള്ളിക്കളയാനാവില്ല. ദൈവമുണ്ടെന്ന സത്യം അംഗീകരിച്ചാൽ പിന്നെ യുക്തിസഹമായി ഈ സത്യവും അംഗീകരിക്കാതെ നിവൃത്തിയില്ല. മനുഷ്യൻ ആരാണെന്ന ചോദ്യത്തിനുള്ള ഉത്തരത്തിന്റെ ഭാഗമാണ് പുരുഷനും സ്ത്രീയുമായി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന സത്യം. സ്ത്രീ പുരുഷ കൂട്ടായ്മയിലാണ് അവന്റെ ഉത്ഭവം എന്നത് അടിസ്ഥാന പ്രപഞ്ച വസ്തുതയാണ്. അത് നിഷേധിച്ചാൽ പിന്നെ ആ നിഷേധത്തിന്റെ പ്രത്യാഘാതങ്ങൾ തീർത്തും വിനാശകരങ്ങളാണ്. സ്ത്രീ പുരുഷ കൂട്ടായ്മ എന്ന പ്രകൃതി രഹസ്യത്തിന്റെ മനോഹരമായ ശാരീരിക ഭാഷ്യമാണ് ലൈംഗിക വേഴ്ച. അതിനെ വെറുമൊരു സുഖാസ്വാദനത്തിന്റെ ഉപാധിയും മൃഗീയ വികാര പൂരണവുമായി കാണുന്നതിന്റെ ദുരന്ത ഫലങ്ങൾ മനുഷ്യ സമൂഹത്തെ മതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉദാഹരണമായി, ശാസ്ത്രീയ കണക്കുകൾ അനുസരിച്ച് ഇന്ത്യയിൽ മാത്രം 1 കോടി സ്ത്രീകൾ വേശ്യാവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നത്രേ. ഉണരുന്ന സ്ത്രീത്വം, പേജ് 16. അതായത് 15-നും 45-നും ഇടയ്ക്ക് പ്രായമുള്ള ഇന്ത്യയിലെ 20 കോടി സ്ത്രീകളിൽ 5% വേശ്യാവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നു എന്ന്. ആ ദുരവസ്ഥയുടെ ആഴത്തെക്കുറിച്ച് ആർക്ക് വിവരിക്കാനാവും? ലോകമെമ്പാടും സെക്സ് വർക്കേഴ്സ് എന്ന ഓമന പേരിൽ അജ്ഞാതർക്ക് അടിമകളായി കഴിയുന്ന അവരുടെയും അവരുടെ കുടുംബങ്ങളുടെയും അവർ വഴി പ്രസരിക്കുന്ന എയ്ഡ്സ് രോഗബാധയുടെയും ദുരന്ത കഥകൾ അവർണ്ണനീയം തന്നെ. 3. മാരകമായ ലക്ഷ്യഭ്രംശം, തിന്മ, മാരക തിന്മ. ഇതൊക്കെ പറഞ്ഞു വന്നതിൻ്റെ സാരമിതാണ്: ലൈംഗികതയെ അതിൻ്റെ ലക്ഷ്യത്തിൽ നിന്ന് വേർപ്പെടുത്തിയാൽ സംഭവിക്കുന്ന വൈകൃതങ്ങളാണിവ. അതിൻ്റെ ഭയാനകമായ മറ്റൊരു വശമാണ് ലൈംഗികതയുടെ ഉത്തരവാദിത്തം ഒഴിഞ്ഞുമാറുവാൻ വേണ്ടി വർഷം തോറും കോടിക്കണക്കിന് ദമ്പതികൾ ഭ്രൂണഹത്യയ്ക്ക് ഒരുമ്പെടുന്നു എന്ന ഭയാനകമായ അവസ്ഥ. ഏത് തിന്മ ചെയ്യാനും ഒരു ന്യായം കണ്ടെത്താൻ മനുഷ്യൻ ശ്രമിക്കും. ക്രിസ്തുവിനെ കുരിശിലേറ്റാനും അന്നത്തെ അധികാരികൾ ഒരു ന്യായം കണ്ടെത്തി. INRI, യഹൂദന്മാരുടെ രാജാവായ നസ്രായേൽ ഈശോ എന്ന് കുരിശിനു മുകളിൽ അവർ എഴുതി വച്ചത് അതുകൊണ്ടാണ്. അതുപോലെ സ്വയം പ്രതിരോധിക്കാൻ കഴിവില്ലാത്ത ഭ്രൂണാവസ്ഥയിലുള്ള മനുഷ്യജീവനെ നശിപ്പിക്കുവാൻ ചില ന്യായങ്ങൾ ഇന്നത്തെ മനുഷ്യരും കണ്ടെത്തുന്നുണ്ട്. സാഹചര്യങ്ങളും മുൻവിധികളും പ്രശ്നങ്ങളെ രൂക്ഷമാക്കുന്നുവെന്നത് മറക്കുകയല്ല. പക്ഷേ സത്യത്തെ മുഖാമുഖം നേരിടാതെ തരമില്ലല്ലോ. പ്രശ്നങ്ങൾ ജീവിതത്തിലേറെയാണ്. പക്ഷേ തെറ്റായ കുറുക്കുവഴികൾ തേടരുതല്ലോ. നേരായ പരിഹാര മാർഗങ്ങൾ സന്മനസ്സുള്ളവർക്ക് കണ്ടെത്താനാവും. എല്ലാ പ്രശ്നങ്ങൾക്കും തനതായ പരിഹാര മാർഗങ്ങളും ഉണ്ട്. വിലപ്പെട്ട എന്തിനും വില കൊടുക്കണമെന്ന സത്യം മറക്കരുത്. വിവാഹ ധാർമ്മികത പാലിക്കുവാൻ അതിൻ്റെതായ വില കൊടുക്കണം. മറ്റേതു ധാർമ്മിക കൽപ്പന പാലിക്കാനും അത് ആവശ്യമാണല്ലോ. ഇതാണ് സഭയുടെ പ്രോലൈഫ് നിലപാട്. തത്സംബന്ധമായി കാറ്റിസം ഓഫ് ദ കാത്തലിക് ചർച്ച് CCCയിലെ 2 വാക്യങ്ങൾ ശ്രദ്ധിക്കുക.
മനഃപൂർവ്വം നടത്തുന്ന ഗർഭചിത്രം ധാർമ്മിക തിന്മയാണെന്ന് സഭ ആദ്യ നൂറ്റാണ്ട് മുതൽ ഉറപ്പിച്ച് പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. ഈ പ്രബോധനത്തിനു മാറ്റം വന്നിട്ടില്ല, മാറ്റമില്ലാത്തതായി നിലനിൽക്കുകയും ചെയ്യുന്നു. പ്രത്യക്ഷമായ ഗർഭചിത്രം, അതായത് ലക്ഷ്യമായോ മാർഗമായോ തീരുമാനിക്കപ്പെടുന്ന ഗർഭചിത്രം ഗൗരവപൂർണമാം വിധം ധാർമ്മിക നിയമത്തിനെതിരാണ്. നിരപരാധിയായ ഓരോ മനുഷ്യന്റെയും ജീവനു വേണ്ടിയുള്ള അന്യാധീനപ്പെടുത്താനാവാത്ത അവകാശം രാഷ്ട്ര സമൂഹത്തിൻ്റെയും അതിൻ്റെ നിയമനിർമ്മാണത്തിൻ്റെയും അടിസ്ഥാന ഘടകമാണ്.